നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആർത്തവകാലത്ത് പല സ്ത്രീകളിലും കഠിനമായ വേദന ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള വേദന എൻഡോമെട്രിയോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ സ്ത്രീകളിൽ ഏകദേശം 6 മുതൽ 10% വരെ, അതായത് 11 മില്യൺ പേർക്ക് എൻഡോമെട്രിയോസിസ് ബാധയുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് ഇതേ വിഷയമാണ്. ഈ ആർത്തവകാലത്തെ വേദനകൾ അറിയേണ്ടതല്ല. നമ്മോടൊപ്പമുള്ളത് ആസ്റ്റർ മിംസ് കണ്ണൂരിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ആൻഡ് ലാപ്രിയോസ്കോപ്പി സർജനുമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ഹെൽത്തിലെ ഡോക്ടർ ആയിഷ സലാമാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ആർത്തവകാലത്ത് അതായത് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവും. എന്നാൽ ചിലർക്ക് വല്ലാതെ കഠിനമായ വേദന അനുഭവപ്പെടാം. അത്തരത്തിലുള്ള വേദനയാണോ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്? എന്താണ് എൻഡോമെട്രിയോസിസ്? എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്നത് തന്നെ എപ്പോഴും എൻഡോമെട്രിയോസിസ് എനിഗ്മാറ്റിക് ഡിസീസ് എന്നാണ്. എൻഡോമെട്രിയോസിന് ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. പക്ഷെ അതിന്റെ മെയിൻ സിംറ്റം എന്നും പെയിൻ ആണ്. യൂഷ്വലി ഒരു 10%, അതായത് 10% സ്ത്രീകളിൽ ഈ എൻഡോമെട്രിയോസിസ് എന്ന അസുഖം നമ്മൾ കാണപ്പെടുന്നുണ്ട്. യൂഷ്വലി ബിറ്റ്വീൻ ഒരു 20 to 45 ഇയേഴ്സ് ഈ ഏജ് ഗ്രൂപ്പിന്റെ ഇടയിലുള്ള സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത്. എപ്പോഴും എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് പെയിൻ ആണ്. സാധാരണ നമുക്ക് ആർത്തവ ടൈമിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് ഡേ ഉണ്ടാവുന്ന ആ ഒരു നോർമലി ഉണ്ടാവുന്ന പീരീഡ്സിന്റെ പെയിൻ അല്ല എൻഡോമെട്രിയോസിന്റെ പെയിൻ. അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് പ്രസവവേദനയേക്കാൾ കഠിനമായ വേദന എന്നത്. അതായത് ഫസ്റ്റ് സിംറ്റം എപ്പോഴും പെയിൻ ആയിരിക്കും. മാത്രമല്ല പെയിൻ മാത്രമല്ല എൻഡോമെട്രിയോസിന്റെ സിംറ്റം, വന്ധ്യത ഉണ്ടാക്കാം. ഒരു 30% വന്ധ്യത ഉള്ളവരെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടാവും. പിന്നെ ബാക്കി മറ്റു പല വൻകുടലിനുള്ള പ്രശ്നങ്ങൾ, മൂത്രക്കുഴലിനുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെങ്കിലും എപ്പോഴും നമ്മൾ ഫസ്റ്റ് ആയിട്ട് പേഷ്യന്റ് OP-യിൽ വരുമ്പോൾ എപ്പോഴും ആദ്യം പറയുന്നത് പെയിൻ എന്നുള്ള സിംറ്റം. അത് പല തരത്തിലുള്ള പെയിൻ ഉണ്ടാകും, നമുക്കതിന് വഴിയെ പറയാം. പക്ഷെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൂടെ പറയുന്നത് ഒരു പെയിൻ എന്നുള്ള വാക്കാണ്. ഡോക്ടർ, അതുപോലെ ഈ എൻഡോമെട്രിയോസിസ് തനിക്ക് വന്നു എന്ന് തിരിച്ചറിയാൻ ഈ പെയിൻ മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? എൻഡോമെട്രിയോസിന് പലതരം ലക്ഷണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ആർത്തവ സമയത്ത് വരുന്ന കഠിനമായ വേദനയാണ്. അതായത് സാധാരണ ഒരു സ്ത്രീക്ക് പീരീഡിന്റെ ഫസ്റ്റ് ഡേ ഉണ്ടാവുന്ന ഒരു പെയിൻ അത് പിൽസ് കഴിച്ചാൽ മാറും, അങ്ങനെയല്ല ഇതിന്റെ പെയിൻ ഉണ്ടാവും. ഒരു പീരീഡ്സിന്റെ ഒരാഴ്ച മുന്നേ തന്നെ ഈ വേദന തുടങ്ങും. കൂടി വന്ന് പീരീഡ്സ് ആവുമ്പോഴും ഉള്ള പെയിനും പിന്നെ ഉണ്ടാവുന്ന പെയിൻ എന്താ വെച്ചാൽ വയറ്റിന്ന് പോകുമ്പോഴുള്ള പെയിനാണ്, ഡിസ്കീസിയ എന്ന് പറയും. വയറ്റിന്ന് പോകുമ്പോഴുള്ള കഠിനമായ വേദന. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആൾക്കാർ പറയുന്ന വേദന ഫിസിക്കൽ കോണ്ടാക്ട്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന കഠിനമായ വേദന. ഇതൊക്കെയാണ് എൻഡോമെട്രിയോസിന് ഉണ്ടാവുന്ന പെയിൻ. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഞാൻ പറഞ്ഞ പോലെ വന്ധ്യത ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് അണ്ഡാശയത്തിലുള്ള മുഴകൾ, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും, അതും എൻഡോമെട്രിയോസിസ് കാരണം ഉണ്ടാവാം. ഇതൊക്കെയാണ് മെയിനായിട്ട് എൻഡോമെട്രിയോസിന് ഉണ്ടാവുന്ന. മറ്റു പല അസുഖങ്ങളും ഉണ്ട്, പക്ഷെ മെയിനായിട്ട് ഉണ്ടാവുന്ന ഈ 3 കാര്യങ്ങളാണ്. സിസ്റ്റുകൾ ഉണ്ടാവാം ഓവറിയിൽ, ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടാവാം, പിന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം, പിന്നെ പെയിൻ. ഇത് 3ആണ് എൻഡോമെട്രിയോസിന്റെ മെയിൻ സിംറ്റംസ്. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പാലയിൽ നിന്ന് ചിഞ്ചു ആണ്. ഡോക്ടർക്ക് കേൾക്കാൻ ചോദിച്ചു. ഹലോ 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 നമസ്കാരം ഡോക്ടർ, ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു ടീച്ചറാണ്. എന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് റെഗുലറായിട്ട് ഇതുപോലെ പീരീഡ് ആകുമ്പം വളരെയധികം പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ കൂടുതലും വയറുവേദന അല്ലെങ്കിൽ നടുവേദന ഒരുമിച്ച് വരും. അതുപോലെ തന്നെ കാല് അങ്ങ് മുട്ടൊട്ട് അങ്ങ് താഴെ വരെ അങ്ങനെ വേദന ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട്. വളരെ എനിക്ക് തോന്നുന്നു വളരെ കുറവായിട്ട് ചില മാസങ്ങളിൽ മാത്രമേ അങ്ങനെ വേദന ഇല്ലാതെ വരാറുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും എത്ര ദിവസം പെയിൻ ഉണ്ടാവും ചിഞ്ചുവിന്? എനിക്ക് ഒരു 1 വീക്ക് പീരീഡ് ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഒരു 5 days 6 daysലൊക്കെ മിക്കവാറും കാണും. ഈ പീരീഡിന്റെ കൂടെ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ടോ ഹെവി ആയിട്ട്? അതെ അതെ, ഹെവി ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. പിന്നെ ചില മാസങ്ങളിൽ പ്രശ്നം എന്താണെന്ന് എല്ലാ മാസവും റെഗുലർ ആയിട്ട് പീരീഡ്സ് വരാറുണ്ടോ? ഒരു ചിലപ്പോൾ മുന്നോട്ട് പോകാറുണ്ട്. ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഈ ഡിലേ ആയിട്ട് വരുമ്പോഴാണോ ഇത്രയും പെയിൻ വരുന്നത്? അല്ലാതെ അല്ലാതെ ഉണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാം, ഓൺ ദ ഡേറ്റ് അങ്ങനെ വരാറില്ല. ഒരു 1.5 മാസം അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് എങ്കിലും മുന്നോട്ട് പോയിട്ടാണ് വരാറുള്ളത്. വരുന്നത്. അപ്പൊ ഈ പീരീഡ് സ്റ്റാർട്ട് ചെയ്യും മുമ്പേ പെയിൻ സ്റ്റാർട്ട് ചെയ്യോ?
ഇല്ലില്ല, സ്റ്റാർട്ട് ചെയ്തതിന് ഒപ്പം തന്നെയാ തുടങ്ങുന്നേ, മുന്നേ തുടങ്ങാറില്ല. ഇല്ല. എനിക്ക് പിന്നെ തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്, അതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ പെയിൻ എന്നുള്ള സംശയമുണ്ട്. യൂഷ്വലി എന്താ വെച്ചാൽ ഈ പീരിയഡ്സ് ഇങ്ങനെ ഡിലേ ആവുമ്പോൾ നമുക്ക് ഇത്തിരി പെയിൻ കൂടുതലായിരിക്കും. ബ്ലീഡിംഗ് ഒക്കെ ഹെവി ആവുമ്പോഴും ഇങ്ങനെ പീരിയഡ്സിന് പെയിൻ വരാറുണ്ട്. അത് എൻഡോമെട്രിയോസിസ് ഒന്നും ആവണമെന്നില്ല. നിങ്ങളൊന്ന് കാര്യം ചെയ്താൽ മതി, ഒന്ന് പോയി അടുത്തുള്ള ഡോക്ടറെ കണ്ടൊരു സ്കാൻ ഒക്കെ ചെയ്ത് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഈ പെയിൻ റിലീവർ കഴിച്ചാൽ മതി. യൂട്രസിനോ ഓരിസിനോ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാന്നൊന്ന് നോക്കുക. കുഴപ്പമൊന്നും കണ്ടില്ലെങ്കിൽ പെയിൻ റിലീവർ കഴിച്ചാൽ മതി. വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ? ഹലോ, ഒരു കാര്യമുള്ളത്, പീരീഡ് വരുമ്പം ഇപ്പൊ കുറെ മാസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വർഷമൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ തന്നെ ആദ്യം ഒരു 3 ദിവസത്തേനെ ചിലപ്പം ഒരു ബ്ലാക്ക് ലിക്വിഡ് ആണ് വരുന്നത്. അത് കുറച്ച് ഒരു 2 അല്ലെങ്കിൽ 3 ദിവസത്തേനെ, അതിനുശേഷം മാത്രമേ ബ്ലഡ് ആയിട്ട് അങ്ങനെ പോകുന്നുള്ളൂ. വേദന വരുന്ന സമയത്ത് ക്ലോട്ട്സ് ആണോ വരുന്നത്? അല്ല, വേദന അല്ല ഞാൻ പറഞ്ഞു. ചിലപ്പം ചില മാസങ്ങളിൽ അപൂർവമായിട്ട് വേദന കാണില്ല, പക്ഷെ അന്ന് ബ്ലഡ് കാണില്ല. പക്ഷെ എന്താണ്, ഒരു ബ്ലാക്ക് ലിക്വിഡ് അല്ല, ഒരു ഇതായിട്ടാ വരുന്നത്, ബ്ലാക്ക് ആയിട്ട്. അല്ല, അത് പീരിയഡ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന കുറച്ച് ബ്ലാക്കിഷ് ഡിസ്ചാർജ് പോലെ വന്ന് പിന്നെ കറക്റ്റ് ആയിട്ട് നോർമൽ പീരിയഡ്സ് വരുന്നില്ലേ? അത് പക്ഷെ ഒരു 3 ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് നോർമൽ പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും? 8 days ഒക്കെ അങ്ങ് പോകും. 7-8 days. അപ്പൊ മൊത്തം ഒരു 10 to 11 days ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്? ഇല്ല, 7-8 days ടോട്ടൽ. 8 days അല്ല. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് ഒരു സ്കാൻ ചെയ്ത് നോക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്. യൂഷ്വലി തുടക്കത്തിൽ 2-3 ദിവസം പ്രീമെൻസ്ട്രൽ സ്പോട്ടിംഗ് ഉള്ളത് കൊണ്ട് മാത്രമേ യൂട്രസിന് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാം. കുഴപ്പമുണ്ടോ നോക്കിയിട്ട് മെഡിസിൻ കഴിച്ചാൽ മതി. ഓക്കെ, ശരി. വളരെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, അതുപോലെ ഈ ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന രോഗം തുടങ്ങുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രായപരിധിയിൽ ആണോ ഇത്തരത്തിലൊരു രോഗം ആരംഭിക്കുക? ഇല്ല, പീരിയഡ്സിന്റെ തുടക്കത്തിൽ കാണാറില്ല. പക്ഷെ യൂഷ്വലി ടീനേജേഴ്സ് ആയി കഴിഞ്ഞ് ഒരു പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് 2-3 years കഴിഞ്ഞിട്ടാണ് ഈ പ്രോബ്ലം ആയിട്ട് വരാറ്. അപ്പം യൂഷ്വലി പെയിൻ പീരിയഡ്സിന്റെ സമയം സിവിയറായ പെയിൻ എന്ന് പറഞ്ഞു വരും. യൂഷ്വലി ആ ടൈമിൽ നമ്മൾ പെയിൻ റിലീവേഴ്സ് ഒക്കെ കൊടുത്ത് സമാധാനിപ്പിക്കാറാണ്. കാരണം സ്കാനൊക്കെ ചെയ്ത് അത് ഓവറിയിൽ അങ്ങനെ വലിയ സിസ്റ്റുകളൊന്നും ഇല്ല, ചെറിയ സിസ്റ്റേ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെയിൻ റിലീവേഴ്സ് കൊടുക്കുക ചെയ്യാറ്. അതാണ് അതിന്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ്. പിന്നെ ഒരു 20 years ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വലിയ സിസ്റ്റുകളായിട്ട് പ്രസന്റ് ചെയ്യും. കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിലും ഒരുപാട് വലിയ സിസ്റ്റ്, സിവിയർ ആയിട്ട് പെയിൻ, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ സർജിക്കൽ ഇന്റർവെൻഷൻ പറയാറുള്ളൂ. അല്ലെങ്കിൽ യൂഷ്വലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് യങ് ഏജ് ഗ്രൂപ്പിൽ പറയാറ്. പിന്നെ ഒരു 20 years ഒക്കെ കഴിഞ്ഞ് 25 years ഒക്കെ ആകുമ്പോൾ യൂഷ്വലി അവർ വരിക ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയായിട്ടാണ് പ്രസന്റ് ചെയ്യുക. അങ്ങനെ 2 കണ്ടീഷനാണ് നമ്മൾ സർജറി പറയാറുള്ളത്. ഒന്ന് സിവിയർ പെയിൻ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. ഈ 2 കണ്ടീഷൻ ഉള്ളപ്പോൾ നമ്മൾ യൂഷ്വലി സർജറി അഡ്വൈസ് ചെയ്യും പേഷ്യൻസിനോട്. യങ് ഏജ് ഗ്രൂപ്പിൽ യൂഷ്വലി പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത പാട് ഇത് പ്രസന്റ് ചെയ്യാറില്ല. സ്റ്റാർട്ട് ചെയ്ത ഒരു 3-4 വർഷം കഴിഞ്ഞാണ് എൻഡോമെട്രിയോസിസ് ആയിട്ട് പ്രസന്റ് ചെയ്ത് അത് പെയിൻ ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാറ്. അല്ലെങ്കിൽ ആ ടൈമിൽ വരുന്ന ഡിസ്മെനോറിയ യൂഷ്വലി ഇത് കാരണമാവാറില്ല. ആ സമയത്ത് ആർത്തവത്തിന്റെ പെയിൻ യൂഷ്വലി എൻഡോമെട്രിയോസിന്റെ അല്ല, പീരീഡ് തുടങ്ങിയ പാടുള്ളത്. ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷെമീനയാണ്. ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ ഷെമീന, കേൾക്കാമോ? കേൾക്കാം മാഡം. ഹലോ മാഡം, എനിക്ക് ഷെമീനാണ്. എനിക്ക് 30 വയസ്സുണ്ട്. എനിക്ക് രണ്ട് മക്കളുണ്ട്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ആവണം 2 മാസം 3 മാസം കൂടുമ്പോൾ ഒരു തവണ പീരിയഡ്സ് ആവാറുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പീരിയഡ്സ് ആവുന്ന സമയത്ത് തന്നെ വയറുവേദനയും നല്ലപോലെ വരെയും ചെയ്യും. ഈ 2-3 മാസം കൂടി ആകുമ്പോഴും നല്ല സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടാവാറുണ്ട്. ആദ്യമൊക്കെ റെഗുലർ ആയിട്ട് വരാറുണ്ട്. ഇപ്പോഴാണോ ഷെമീനൊക്കെ റെഗുലർ ആയി തുടങ്ങിയത്? ഇപ്പോഴാണ് ഇങ്ങനെ കറക്റ്റ് അല്ലാതെ കറക്റ്റ് ആയിരുന്നു. വെയിറ്റ് കൂടിയിട്ടുണ്ടോ ഇപ്പൊ അടുത്തായിട്ട്? ഇല്ല, എനിക്ക് 50 അത്രേ ഉള്ളൂ, 50 കിലോക്കത്തേ ഉള്ളൂ. ആ റേഞ്ചിലേ ഉള്ളൂ. ഈ കുട്ടികൾ ഉണ്ടാവാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ? അതിനൊന്നും ട്രീറ്റ്മെന്റ് വേണ്ടി വന്നിരുന്നില്ലല്ലോ? ഇല്ല, മോളെ 8ാം മാസം പ്രസവിച്ചു, മോനെ കറക്റ്റ് പ്രസവിച്ച. 2-3 months
എല്ലാ ഈ ലാസ്റ്റ് 1 year ആയിട്ട് എല്ലാം 2-3 months ആകുമ്പോഴേ പീരീഡ് ആവുന്നുള്ളൂ എന്നതല്ലേ കുഴപ്പം? അത് മാത്രമല്ല, ചിലപ്പോ 2 മാസം, ചിലപ്പോ ഒരു 3 മാസം ആവാൻ എന്നിട്ട് ചിലപ്പോ ആവുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 മാസം വരെ അങ്ങനെ ആയിരുന്നു. അങ്ങനെ വരുമ്പോ ഒരുപാട് ബ്ലീഡിങ് വരുന്നുണ്ടോ ഷമീനക്ക്? 3 മാസം കൂടി ഉണ്ടല്ലേ? അതൊന്ന് കണ്ട് ചെക്ക് ചെയ്ത് നോക്കണം. എന്താ വെച്ചാൽ യൂഷ്വലി ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക. യൂഷ്വലി അത് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ ഹോർമോൺസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെ 2-3 months ഒക്കെ വരുന്നുണ്ടെങ്കിൽ, റെഗുലർ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ല, ഞാൻ ഡെലിവറി നിർത്തിയതും കൂടെയാണ്. പിന്നെ എനിക്ക് അങ്ങനെ ആണോ എന്ന് ഡൗട്ടില്ല. അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു വർഷത്തിനകത്ത് 4-5 ഇങ്ങനെയാണ് വരുന്നത്. ഹലോ, ഒരു വർഷത്തിനകത്ത് ഇങ്ങനെയാണ് വരുന്നതെന്ന്. കാരണം 3 മാസം 2 മാസം കൂടുമ്പോഴത്തേക്കും ഇതവണ ആവത്തുള്ളൂ. അതൊന്ന് എന്തായാലും കൺസൾട്ട് ചെയ്തൊന്ന് ഹോർമോൺസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടാ. ഓക്കെ, ശരി. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹലോ ഡോക്ടർ, അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയോസിസിന്റെ കാര്യത്തിൽ എല്ലാ സ്ത്രീകളിലും ഈ കഠിനമായ വേദന തന്നെ അനുഭവപ്പെടുമോ? എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ അതിന് കഠിനമായ പെയിൻ ഉണ്ടാവും. പെയിൻ ഇല്ലാത്ത എൻഡോമെട്രിയോസിസ് ഉണ്ട്, മൈൽഡ് ടു മോഡറേറ്റ് എന്ന് പറയും. അവർക്ക് വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ എൻഡോമെട്രിയോസിസ് കാണും. ചിലപ്പോൾ വന്ധ്യത മാത്രമായിരിക്കും അവരുടെ ഇഷ്യൂ. അവർക്ക് പെയിൻ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് എൻഡോമെട്രിയോസിന്റെ ലക്ഷണങ്ങൾ കാണും. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ എൻഡോമെട്രിയോസിസ് കണ്ടു, അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വലിയ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. പക്ഷെ വന്ധ്യതയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ എൻഡോമെട്രിയോട്ടിക് ഇംപ്ലാന്റ്സ് ക്ലിയർ ചെയ്യും. അത്രേ ഉള്ളൂ. പെയിൻ ഇല്ലാതെയും മൈൽഡ് ഫോം ഓഫ് എൻഡോമെട്രിയോസിസിനൊന്നും അത്ര സിവിയർ പെയിൻ വരണമെന്നില്ല. പെയിൻ വരാൻ കുറച്ചുകൂടി മോഡറേറ്റ് ടു സിവിയർ ആയാലേ സിവിയർ പെയിൻ ഒക്കെ ഉണ്ടാവാറുള്ളൂ. പെയിൻ ഇല്ലാത്ത ഫോം ഓഫ് എൻഡോമെട്രിയോസിസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൈൽഡ് ഫോം ഓഫ് എൻഡോമെട്രിയോസിന് ചിലപ്പോൾ പെയിൻ ഇല്ലാതെ പ്രസന്റ് ചെയ്യാം. ഡോക്ടർ, അതുപോലെ ഈ എൻഡോമെട്രിയോസിസ് ഏത് ഘട്ടത്തിലാണ് ഈ വന്ധ്യതയിലേക്ക് മാറുന്നത്? വന്ധ്യത ഉണ്ടാവാൻ കുറെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഈ എൻഡോമെട്രിയോസിന്റെ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ യൂട്രസിന് അകത്തുള്ള എൻഡോമെട്രിയൽ ലൈനിങ് അല്ലെ എൻഡോമെട്രിയൽ കോശങ്ങൾ, ടിഷ്യൂ യൂട്രസിന്റെ പുറത്ത് കൂടി വരുന്നതാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖം. അതായത് യൂട്രസിന് അകത്തുള്ള ആ ടിഷ്യൂ നമുക്ക് എല്ലാ മാസവും ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ടിഷ്യൂ ആണ്. അതേ ടിഷ്യൂ എന്താണെന്ന് വെച്ചാൽ യൂട്രസിന്റെ പുറത്ത് ചിലപ്പോൾ ഓവറിയിൽ പോയിരിക്കുന്നു, ചിലപ്പോൾ പൗച്ച് ഓഫ് ഡഗ്ലസ് യൂട്രസിന്റെ പിറകുവശത്തായ POD എന്ന് പറയുന്ന സ്ഥലം അവിടെ പോയിരിക്കുന്നു, വൻകുടലിൽ പോയിരിക്കുന്നു. ഈവൻ നമ്മുടെ ശ്വാസകോശത്തിന്റെ കവറിംഗ് ആയ പ്ലൂറയിൽ വരെ ഈ എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പല സ്ഥലങ്ങളിലായിരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഈ എൻഡോമെട്രിയൽ ഡെപ്പോസിറ്റ്സ് ഓവറിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് മന്ത്ലി പീരീഡ്സ് ആകുമ്പോഴുള്ള ബ്ലീഡിങ് പോലെ ഓവറിയിലും ഇത് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഓരോ മാസവും ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ഇത് അവിടെ ഇങ്ങനെ നീർക്കുമുള പോലെ വളർന്നു വരുന്നു, ഓവേറിയൻ സിസ്റ്റുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ബ്ലഡ് കുറെ നാൾ കളക്ട് ചെയ്ത് കിടന്ന ഒരു ബ്രൗണിഷ് കളറാവും. ആ ബ്രൗണിഷ് കളർ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ചോക്ലേറ്റ് സോസിന്റെ ഒരു കളർ കാണാൻ പറ്റും ഓവറിക്കകത്ത്. അതിനാണ് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിരന്തരം ചോക്ലേറ്റ് സിസ്റ്റുകൾ വന്ന ഒരു ഓവറിയിൽ കൃത്യമായ ഓവുലേഷൻ നടക്കില്ല. അത് കാരണമാണ് വന്ധ്യതയ്ക്കുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഇതേപോലെ ഈ ബ്ലഡും എൻഡോമെട്രിയൽ ടിഷ്യൂവും നമ്മുടെ വയറ്റിനകത്ത് ഇരിക്കുമ്പോൾ അത് എപ്പോഴും ഒരു ഇറിറ്റന്റ് ഇഫക്റ്റ് ആയിരിക്കും. അപ്പൊ ആ ഇറിറ്റന്റ് ഇഫക്റ്റ് കാരണം കുടൽമാലകളും ട്യൂബുകളും ഒക്കെ അതിനോട് വന്ന് ഒട്ടിപ്പിടിക്കും. അപ്പൊ ഈ ഓവറി വന്ന് യൂട്രസിനോടും വൻകുടൽ വന്ന് യൂട്രസിനോടും ട്യൂബുകളും എല്ലാം പരസ്പരം ഒട്ടിച്ചേർന്നിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ നോർമൽ അനാട്ടമി നഷ്ടപ്പെടുന്നു നമ്മുടെ. അപ്പൊ അത് കാരണവും വന്ധ്യത ഉണ്ടാവും. അതായത് ട്യൂബിന് കൃത്യമായി അണ്ടോൽപാദനം ഓവറിയിൽ നിന്ന് അണ്ടം പിക്ക് ചെയ്ത് യൂട്രസിലേക്ക് കൊണ്ടുവരാൻ പറ്റാതാവും. ആ അനാട്ടമി ഇങ്ങനെ ഒട്ടിപ്പിടിപ്പ് അഡീഷൻസ് എന്ന് പറയും. അഡീഷൻസ് കാരണം നടക്കൂല. അപ്പൊ അത് കാരണവും വന്ധ്യത ഉണ്ടാകുന്നു. പിന്നെ പലതരം ഇൻഫ്ലമേറ്ററി ഡെപ്പോസിറ്റ്സ് ഇങ്ങനെ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ വയറ്റിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് ഇൻഫ്ലമേഷൻ വയറ്റിനകത്ത് ഉണ്ടാകുന്നു. അത് കാരണം പക്കറിങ് എന്ന് പറഞ്ഞാൽ അവിടെ ചുളിവുകൾ ഉണ്ടാവും. ഫൈബ്രോസിസ്, അതായത് ടിഷ്യൂവിന് തടിപ്പ് കൂടുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും വയറ്റിനകത്ത് സംഭവിക്കുന്നു. ഇതൊക്കെ കാരണം കൊണ്ട് വന്ധ്യതയുണ്ട്. അപ്പോ ഇത് വന്ധ്യത നമ്മൾക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാരണങ്ങൾ നമ്മൾ സർജിക്കലി കറക്റ്റ് ചെയ്താലേ ആ പേഷ്യൻസിന്റെ ആ ഇൻഫെർട്ടിലിറ്റി പ്രൊഫൈൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. മീനയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മീന, ഡോക്ടർക്ക് കേൾക്കാൻ ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് 31 വയസ്സുണ്ട് കേട്ടാ.
ഈ മാസക്കുളി വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല വയറുവേദനയും പിന്നെ 3 ദിവസം നേരം ബ്ലീഡിങ് പോവും. പിന്നെ നടുവൊക്കെ നല്ല കഴപ്പും ആഹാരത്തിനോട് വെറുപ്പ്, ഭയങ്കര ക്ഷീണവും ഇതൊക്കെയാണ് ഡോക്ടറെ. ഒരുപാട് ബ്ലീഡിങ് പോവാ 3 ദിവസം? ബ്ലീഡിങ് ആദ്യത്തെ ദിവസം നല്ലപോലെ ബ്ലീഡിങ് പോകും, കട്ടയത്ത് പോകും. പിന്നെ 2 ദിവസം 3 ദിവസം ആകുമ്പോ നല്ല ഇതാകും. പക്ഷെ ആദ്യത്തെ ദിവസം എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണവും ഭയങ്കര വയറുവേദനയാണ്. ആ ബ്ലീഡിങ് പോകുന്ന ദിവസങ്ങളിൽ മാത്രമാണോ വയറുവേദന ഉള്ളത്? ഇത് ഈ പിരിച്ചാവുന്ന സമയം ആകുമ്പോഴത്തേക്ക് ഇപ്പൊ രാവിലെ ആകുമ്പോൾ രാത്രി ആയാലും ശരിയാണ്, ഭയങ്കര ഒരു നല്ല വയറുവേദന വരും. വയറുവേദന വന്നിട്ടാണ് ഇങ്ങനെ ആവുന്നത്. ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വയറുവേദന ക്ലിയർ ആവോ? ഇല്ല ആയാലും നല്ല വേദനയുണ്ട്. ചിലപ്പോ 2 ദിവസം, ചിലപ്പോ 3 ദിവസം, നല്ല 2-3 ദിവസം വരെ കാണും. നല്ല 3 ദിവസം. 3 ദിവസം പെയിൻ ഉണ്ടാവും അല്ലേ? പെയിൻ ഉണ്ടാവും, നല്ല പെയിനാണ്. നമുക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. 3 ദിവസം ഞാൻ കിടക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളുണ്ടോ ബീനക്ക്? കുട്ടികളുണ്ട്. എനിക്ക് 14 വയസ്സായ ഒരു മോളുണ്ട്. ഓക്കെ, ഒറ്റ കുട്ടിയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ആവാഞ്ഞതാണോ കുട്ടികൾ വേണ്ടാന്ന് വെച്ചതാണോ? പിന്നെ ആവാതിരുന്ന് പിന്നെ ഡോക്ടറെ കണ്ട് ഗുളിക കഴിച്ചിട്ട് 2 ഇതൊക്കെ അബോർഷനായി പോയി. പിന്നെ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല അല്ലേ? പെയിൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ബ്ലീഡിങ്ങും ഉണ്ടല്ലോ, 2-3 കാരണങ്ങൾ നമ്മൾ നോക്കണം. എൻഡോമെട്രിയോസിസ് മാത്രമല്ല, ഇത്രയും ബ്ലീഡിങ്ങും പെയിനും വരുന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് യൂട്രസിൽ വല്ല മുഴകളും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ വല്ല ചെക്കിങ്ങും ചെയ്തായിരുന്നോ ബീന? ഇല്ല അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്ന് നോക്കേണ്ടത് യൂട്രസിൽ വല്ല മുഴകളും ഉണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ഒരു പാറ്റേൺ ഓഫ് ബ്ലീഡിംഗ് ആണ് ബീന പറയുന്നത്. മാത്രമല്ല, ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്ലഡ് ലോസ് വരുന്നുണ്ട് എന്നാ കാണിക്കണം. അപ്പൊ ഹീമോഗ്ലോബിൻ നോക്കി അതും കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടാ. പിന്നെ അത് കണക്ക് തന്നെ ഡോക്ടർ, നമ്മള് ഭാര്യ ഭർത്താവായിട്ട് അങ്ങനെയുള്ള ഒരു താല്പര്യമൊന്നും എനിക്കില്ല. അപ്പൊ പിന്നെ അതുമല്ല, ഡേറ്റ് കറക്റ്റ് ആയിട്ടല്ല മാസത്തിൽ. അപ്പൊ ചില മാസത്തിൽ ആദ്യം ഇരിക്കും, അവസാനം ഇരിക്കും. ഡേറ്റും കറക്റ്റ് അല്ല. എത്ര ഡിലേ ആവാറുണ്ട്? ഡേറ്റ് എത്ര തെറ്റി വരാറുണ്ട്? ആദ്യമൊക്കെ ഞാൻ 5-ാം തീയതി ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 5-ാം തീയതി ഇരുന്നാ പിന്നെ മാസം അവസാനം ആകുമ്പോ 29-30 ആകുമ്പോ പിന്നെ ആവും. അങ്ങനെ ഒരു മാസത്തിൽ 2 തവണ ഇരിക്കും. 2 തവണ വരാറുണ്ട് ചില സമയത്ത്. 2 തവണ വരാറുണ്ട്. 2 തവണ വരുമ്പോ ഇത് കണക്ക് തന്നെ ഭയങ്കര ക്ഷീണവും ഇത് കണക്ക് ബ്ലീഡിങ്ങും തോന്നെ പോവും. ബ്ലീഡിങ് ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് അത് തന്നെ, യൂട്രസിൽ വല്ല മുഴകളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടാ. ശരി ഡോക്ടർ, നന്ദി. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയോസിസ് ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ചികിത്സാ രീതികൾ? എൻഡോമെട്രിയോസിന് 2 തരം ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഉണ്ട്. ഒന്ന് മെഡിക്കൽ, അതായത് മരുന്നുകൾ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ഉള്ളത് സർജിക്കൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ യങ് ഗേൾ, അൺമാരിഡ് ആയ യങ് ഗേൾ വരുന്നു, നമ്മൾ ചെറിയ സിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരുപാട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പെയിൻ റിലീവേഴ്സ് ഒക്കെ കൊടുക്കും. പേഷ്യന്റ് പെയിൻ റിലീവർ കൊണ്ട് ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി തൽക്കാലം. പിന്നെ അടുത്ത കുറച്ചുകൂടി പെയിൻ റിലീവർ കൊണ്ട് പെയിൻ അനാൽജസിക്സ് കൊണ്ട് പെയിൻ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ലെവൽ എന്താ വെച്ചാൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മൾ ഈ കമ്പൈൻഡ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഗുളികകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. യൂഷ്വലി എന്താ ചെയ്യുക, എൻഡോമെട്രിയോസിസ് പ്രഗ്നൻസി സ്റ്റേറ്റിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. കാരണം പ്രഗ്നന്റ് ആയ 10 മാസം പേഷ്യന്റ് പീരിയഡ്സ് ഉണ്ടാവില്ല. ആ ടൈമിൽ എപ്പോഴും നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സിന്. അതേ തിയറിയാണ് നമ്മളിവിടെ ഹോർമോൺ ഗുളികൾ കൊടുക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് പീരീഡ് ഉണ്ടാവില്ല. അപ്പൊ ആ ടൈമിൽ പേഷ്യന്റ് ഈ എൻഡോമെട്രിയോസിസ് വളരില്ല. അങ്ങനെയാണ് നമ്മൾ ഹോർമോൺ ഗുളികൾ കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ന്യൂവർ ഡ്രഗ്സ് ആയി പലതരം പുതിയ ഹോർമോൺ ഗുളികളുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അധികം സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ കൂടുതൽ കാലം നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെയുള്ള അടുത്തത് ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചു കാലം കൊടുക്കാൻ പറ്റും. പക്ഷെ അതായാലും ഹോർമോൺ ഇഞ്ചക്ഷൻസ് ട്രൈ ചെയ്യാം. ഇത്രയും നമുക്ക് മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും പേഷ്യൻസിന് മരുന്നുകൾ കൊണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരാളെ സർജറി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ സർജറി ചെയ്ത പേഷ്യൻസിനായാലും ഇത് തിരിച്ചു വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കാറ്. പിന്നെ അടുത്ത ഓപ്ഷനാണ് സർജിക്കൽ ട്രീറ്റ്മെന്റ്. സർജിക്കൽ ട്രീറ്റ്മെന്റ് 2-3 തരത്തിലുണ്ട്. ഒന്ന് ഫെർട്ടിലിറ്റി പ്രിസർവിങ്, അതായത് നമുക്ക് വന്ധ്യത അല്ലെങ്കിൽ സിവിയർ പെയിൻ ആയ ഒരു ലേഡിക്ക് വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് യൂട്രസും ഓവറിയും ഒക്കെ പ്രിസർവ് ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജറികൾ ചെയ്തു കൊടുക്കാം. അതായത് ഓവറിയിലുള്ള സിസ്റ്റുകൾ എടുക്കാം,
ഓവറി യൂട്രസ് ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള അഡീഷൻസ് ഒക്കെ വിടുവിച്ച് അഡീസിയോലൈസിസ് ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതലായി കാണുന്ന എൻഡോമെട്രിയോസിസ് ആണ് റെക്ടോവജൈനൽ എൻഡോമെട്രിയോസിസ്. അതായത് യൂട്രസിന്റെ താഴെ വൻകുടലിന്റെ അവിടെയായിട്ട് ഈ എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സ് വന്നിരിക്കും. ആ ഡെപ്പോസിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സിവിയർ ആയ പെയിൻ, ഫിസിക്കൽ കോണ്ടാക്ടിന്റെ ടൈം സിവിയർ പെയിൻ വരും, അല്ലെങ്കിൽ വയറ്റിന്ന് പോകുമ്പോൾ സിവിയർ പെയിൻ. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഡെപ്പോസിറ്റ്സ് ആണ്. നമ്മൾ എന്താ വെച്ചാൽ സർജറി ചെയ്യുമ്പോൾ എല്ലാ എൻഡോമെട്രിയൽ ഡെപ്പോസിറ്റ്സും എടുത്തു കളയണം. അപ്പൊ ആ റെക്ടോവജൈനൽ ഏരിയയിലുള്ള ഡെപ്പോസിറ്റ് ചില കണ്ടീഷനിൽ വൻകുടലിനകത്ത് വരെ ഈ ഡെപ്പോസിറ്റ്സ് പോയിരിക്കാം. അങ്ങനെയാകുമ്പോൾ ആ വൻകുടലിന്റെ ഒരു ഭാഗം വരെ എടുത്തു കളയേണ്ട ഒരു ആവശ്യം ചില സമയങ്ങളിൽ വേണ്ടി വരും. അപ്പൊ അത് കംപ്ലീറ്റ് ക്ലിയറൻസ് കൊടുക്കണം പേഷ്യന്റ്. പിന്നെ മൂത്രക്കുഴലിന്റെ അവിടെയും ഈ ഡെപ്പോസിറ്റ്സ് വന്ന് നീർക്കെട്ടുണ്ടാക്കാം. അപ്പൊ അതായാലും ആ മൂത്രക്കുഴലൊക്കെ നോക്കി അവിടെയുള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെ മാറ്റി കംപ്ലീറ്റ് ക്ലിയറൻസ് കൊടുക്കണം. അതാണ് ഫെർട്ടിലിറ്റി പ്രിസർവ്. അങ്ങനെയുള്ള പേഷ്യന്റ് നമുക്ക് പിന്നെ വേണമെങ്കിൽ നാച്ചുറലി ഗർഭധാരണത്തിന് നോക്കാം, അല്ലെങ്കിൽ തീരെ അവർ ഏജ് ഒക്കെ കുറച്ച് കടന്നവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ IVF പോലുള്ള ട്രീറ്റ്മെന്റ്സിലേക്ക് പേഷ്യന്റ് സെൻഡ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് കുറച്ചുകൂടി ഏജ്ഡ് ആയി 40 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീയാണ്, കുട്ടികളൊക്കെ ആയി, അവർക്ക് പക്ഷേ ഇപ്പോൾ വേദന അൺബെയറബിൾ ആയ പെയിൻ, ജീവിതത്തിന്റെ നോർമൽ കാര്യങ്ങൾ പോലും കൊണ്ടു നടക്കാൻ പറ്റാത്തത്ര വേദനയുള്ളവർക്ക് നമ്മൾ ഡെഫിനിറ്റ് സർജറി എന്ന് പറഞ്ഞാൽ 2 ഓവറി യൂട്രസും പിന്നെ ബാക്കിയുള്ള എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സ് ഒക്കെ എടുത്തു കളയാന്നുള്ളത്. അത് ഒരു യങ് 40 ഇയേഴ്സ് ആയാലും ഒരു സ്ത്രീക്ക് അതൊരു ട്രോമാറ്റിക് ആയ എക്സ്പീരിയൻസ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം അവരുടെ പെയിൻ കാരണം അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഇങ്ങനെ ഒരു സർജറിക്ക് സമ്മതിക്കുക. അപ്പോൾ ഈ സർജറിയും പേഷ്യന്റ് നല്ല പെയിൻ റിലീഫും സ്വന്തം ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാം. ഇതാണ് എൻഡോമെട്രിയോട്ടിക് സർജറി. പക്ഷെ സർജറി ചെയ്യുകയാണെങ്കിലുള്ള മെയിൻ ഇൻഡിക്കേറ്റഡ് ആയ കേസുകൾക്ക്, അതായത് ആവശ്യമുള്ള കേസുകളിൽ മാത്രം സർജറി ചെയ്യുക. ബാക്കി നമുക്ക് പറ്റുന്നതും മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ പറ്റുന്ന കേസുകൾ അത് ഹോർമോൺസും ബാക്കി മെഡിക്കൽ ട്രീറ്റ്മെന്റും കൊടുത്ത് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. അതൊരു ബാലൻസിൽ കൊണ്ടുപോകാന്നുള്ളതാണ് എൻഡോമെട്രിയോസിന്റെ ട്രീറ്റ്മെന്റ്. അല്ലാതെ ഒരു ഡെഫിനിറ്റീവ് ആയ ഒരു ചികിത്സ എൻഡോമെട്രിയോസിനില്ല. നമുക്കിങ്ങനെ കുറച്ചു കൊണ്ടുവരാനുള്ള പല ട്രീറ്റ്മെന്റ്സ് മാത്രമേ ഇതിലുള്ളൂ. ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സിന്ധു ആണ്. സിന്ധു, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. എനിക്ക് 45 വയസ്സുണ്ട്. ഹലോ ഡോക്ടർ, എനിക്ക് 45 വയസ്സുണ്ട്. ഹലോ, പറഞ്ഞോളൂ. 2 മാസം മുമ്പ് എനിക്ക് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മെൻസസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. 1 മാസത്തില് കറക്റ്റ് ആയിട്ട് 7 ദിവസത്തില് 2 ദിവസം, ആദ്യത്തെ 2 ദിവസം മാത്രം ചെറിയ ബ്ലീഡിങ്, അങ്ങനെയൊക്കെ ഒരുപാടായിട്ടല്ല, ഇതെല്ലാം നോർമലായിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 2 മാസം മുമ്പ് കോവിഡ് വന്ന് പോയതിനു ശേഷം മാസം തോറും ആവുന്നുണ്ട്, പക്ഷെ ഒന്നും അതായിട്ട് വരുന്നില്ല. അപ്പൊ ഇത് ആർത്തവ നിന്നതാണോ അതോ ഇനി ഇതിന് കോവിഡ് വന്നതിൻ്റെതാണോ എന്ന് ഒന്ന് അറിയണമായിരുന്നു. കോവിഡ് വന്നത് കൊണ്ട് മാത്രമേ പീരിയഡ്സ് വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് 2-3 മാസമായിട്ട് വരുന്നില്ല എന്നുണ്ടെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ പീരിയഡ്സ് നിന്നു എന്ന് പറയാറായിട്ടില്ല. അത് മിനിമം 1 ഇയർ എങ്കിലും ആയില്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് നിന്നു എന്ന് പറയാറായിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഏതിൽ 45 വയസ്സിലൊക്കെ പീരിയഡ്സ് നിൽക്കുന്നത് കുറച്ചുകൂടി റെയറാ. എല്ലാവർക്കും 50 വയസ്സ് വരെയൊക്കെ പോകുന്നുണ്ട് മെനോപോസ്. അപ്പൊ പക്ഷെ നോക്കാം, നിങ്ങൾക്ക് 2-3 മാസമായിട്ട് പീരിയഡ്സ് ആവുന്നില്ലാത്തതിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ പോയി കാണിക്കാം. ഇല്ലെങ്കിൽ വേറെ അസ്വസ്ഥത 1 ഇയർ വരെ ആയില്ലെങ്കിൽ ഹലോ മാസം തോറും ഇങ്ങനെ ആവുന്നുണ്ട്. നമുക്ക് ഈ വെള്ളപ്പൊക്കമായിട്ട് അങ്ങനെ വരുന്നത് അതൊരു ചുമന്ന കളറ്, അങ്ങനെ ആ ഒരു ഇത് മാത്രമേ 3 മാസമായിട്ട് ആവുന്നു. എന്തായാലും ഒരു സ്കാനിങ് എടുത്ത് നോക്കുക. അങ്ങനെയല്ല, കാര്യമായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കണം നിങ്ങൾ കാണിച്ചിട്ട്. അതിൽ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ അത് കോവിഡ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതെന്തായാലും കൺസൾട്ട് ചെയ്ത് അതിന് വല്ല കാരണവും ഉണ്ടോന്ന് നോക്കുക. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, അതുപോലെ ഈ എൻഡോമെട്രിയോസിസ് വരാതിരിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? എൻഡോമെട്രിയോസിസ് ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ്. അത് നമുക്ക് വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ ചില എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് പലതരം സ്റ്റഡികൾ അവർ നടത്തി നോക്കിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡയറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുമോ. അപ്പൊ 2-3 കാര്യങ്ങളെ നമ്മൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഒന്ന് omega-3 ഫാറ്റി ആസിഡ്സ്, ഈ ഫ്ലാക്സ് സീഡ്സ്, ഫിഷ് ഓയിൽ,
അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് ബെനിഫിറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഇങ്ങനെയുള്ള സപ്ലിമെന്റേഷൻ കുറച്ചുകൂടി ഡിസീസ് പ്രോഗ്രഷൻ, അതായത് ഡിസീസ് കൂടുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നതിൽ കുറച്ച് സ്റ്റഡികളൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് അല്ലാതെ എൻഡോമെട്രിയോസിസ് വരാതിരിക്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ, ഒരു മെഡിക്കേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ആർത്തവ കാലത്ത് സ്ത്രീകൾ പ്രധാനമായിട്ടും ഈ വ്യായാമത്തിൽ അതുപോലെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആർത്തവ സമയത്ത് പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ അല്ലെ, യൂഷ്വലി നമ്മൾ എല്ലാവരോടും പറയുന്ന അഡ്വൈസ് തന്നെയാ പീരിയഡ്സിന്റെ ടൈമിലും ഫീമെയിൽസ് ഫോളോ ചെയ്യേണ്ടത്. എന്തായാലും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട റിഫൈൻഡ് ഫുഡ്സ് ഒഴിവാക്കുക, ആഡഡ് ഷുഗേഴ്സ് അതായത് അധികം മധുരം കുറക്കുക. പിന്നെ നമ്മുടെ ഡയറ്റിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അരിഭക്ഷണം. അത് നിയന്ത്രിച്ച് അതിന്റെ എല്ലാവരും ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് പോവുക. അതായത് 40% കാർബോഹൈഡ്രേറ്റ്, 40% ഫാറ്റ്, 40% പ്രോട്ടീൻ, 20% ഫാറ്റ്, ആ ഒരു കണക്കിൽ ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് കൊണ്ടുപോകാന്നുള്ളത്. അല്ലാതെ ആർത്തവ സമയത്തിന് പ്രത്യേകിച്ച് ഒരു ഡയറ്റ് ഇല്ല. നമ്മുടെ ഡയറ്റിന്റെ എപ്പോഴും ഉള്ള ഡ്രോബാക്ക് എപ്പോഴും ഉള്ളതൊന്ന് ആഡഡ് ഷുഗേഴ്സ്, പഞ്ചസാര കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആഡഡ് കാർബ്സ് കൂടുതലായിരിക്കും, കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഉള്ളത് റിഫൈൻഡ് ഡയറ്റ്, ബേക്കറി ഐറ്റംസ്, അങ്ങനത്തെ റിഫൈൻഡ് ഫ്ലോർ, മൈദകളൊക്കെ കൂടെ അതൊക്കെ ഒഴിവാക്കി ഹോൾസം ഫുഡ്സ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അത് പീരിയഡ്സിന്റെ ടൈം മാത്രമല്ല, അല്ലാത്ത സമയത്തും ഫീമെയിൽസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് എക്സസൈസ്. അതൊരു ഹാഫ് ആൻ അവർ ഡെയിലി എക്സസൈസ് അല്ലെങ്കിൽ ഒരു 150 hours പെർ വീക്ക് എന്നുള്ളത് എല്ലാ ഫീമെയിൽസിനും പറ്റുന്നത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവരും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഉള്ളത്. അത് അതിന് എൻഡോമെട്രിയോസിസിനോ ഇതിനോ അല്ല, മൊത്തമായിട്ട് നമ്മുടെ ജീവിത രീതി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അത്. എൻഡോമെട്രിയോസിസിന് നമുക്ക് പെയിൻ എന്നൊക്കെ പറയാവുന്ന, പിന്നെയുള്ളത് ഹോട്ട് ബാത്ത്, ഹോട്ട് തെറപ്പി ഒക്കെ പറയുന്നുണ്ട്, കുറച്ച് യൂസ് ചെയ്യാം. പിന്നെ എക്യുപഞ്ചർ എന്നൊക്കെ പറഞ്ഞ് കുറെ സ്റ്റഡീസ് അങ്ങനെ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും പ്രൂവൺ ആയിട്ടില്ല. നമുക്ക് ജീവിത രീതി എന്നും നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ പറയും. അത് എൻഡോമെട്രിയോസിസ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും ഹെൽത്തി ഡയറ്റ് ആൻഡ് ഹെൽത്തി പ്രോപ്പർ എക്സസൈസ്, അത് എല്ലാവരും എല്ലാവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഈ കേസിലായാലും അത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് തന്നെയുള്ളൂ. ആർത്തവ സമയത്തിനല്ല, ആർത്തവ അല്ലാത്ത സമയത്തായാലും നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഷെറിനാണ് തൃശ്ശൂരിൽ നിന്ന്. ഡോക്ടർക്ക് കേൾക്കാൻ, ചോദിച്ചോളൂ. അതെ, എന്റെ മോൾക്കില്ലേ, ഹലോ, എന്റെ മോൾക്കില്ലേ, ഹലോ ഷെറിൻ, ഡോക്ടർക്ക് കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ മോൾക്ക് ഭയങ്കര വയറുവേദന മെൻസസ് ആവുന്ന സമയത്തേ. അത് 3 ദിവസമൊക്കെ പിടിക്കും വയറുവേദന മാറാനേ. വയസ്സുള്ള കുട്ടിയാ? ഹലോ, എത്ര വയസ്സുള്ള കുട്ടിയാ? മോൾക്കില്ലേ 17 വയസ്സ്. ഓക്കെ. 17 വയസ്സ്. ഭയങ്കര വയറുവേദന. വരുന്ന സമയത്ത് കൂടെ ഛർദി, അങ്ങനെ വേറെ എന്തെങ്കിലും ക്ഷീണം, അങ്ങനെ എന്തെങ്കിലും കൂടെ സിംറ്റംസ് ഉണ്ടാവാറുണ്ടോ? ഛർദി വരും, പിന്നെ തലവേദന ഉണ്ടാവാറുണ്ട്. ഇത് എത്ര ദിവസം ഉണ്ടാവും ഈ പെയിന്? ഹലോ ഡോക്ടർ, 3 ദിവസം നീണ്ടു നിൽക്കും. 3 ദിവസം നീണ്ടു നിൽക്കും. ഇതിന് എന്നിട്ട് നിങ്ങള് മുന്നേ കാണിച്ച് വല്ല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹലോ ഡോക്ടർ, ആ കോള് കട്ടായി എന്നാണ് തോന്നുന്നത്. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ആർത്തവകാലത്തെ വേദനകളെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് കഠിനമായ വേദന, അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായത് ആസ്റ്റർ മിംസ് കണ്ണൂരിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആയിഷ സലാമാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.